നിലമ്പൂരിൽ ഇന്ന് അൻവറിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന ഇടമാണ് അല്ലോ നിലമ്പൂർ. അപ്പോൾ അവിടെ എന്ത് പ്രഖ്യാപനം നടത്താനായിരിക്കും അൻവറിന്റെ ആലോചന? അതിൽ ഒരു കേവലം ആരോപണങ്ങൾ ഇതുവരെ നടത്തിയതിൽ അല്ലെങ്കിൽ പരാതികൾ അതിന് കുറച്ചുകൂടി ശക്തി കൂട്ടി, കുറച്ചുകൂടി ആക്രമണത്തിന് മൂർച്ച കൂട്ടി, രൂക്ഷതയെത്തി പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ചോദിച്ചതിന് ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. പുതിയ കാര്യങ്ങൾ ജനങ്ങൾ പറയട്ടെ എന്ന് അൻവർ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് അൻവർ ഇന്ന് പൊതുയോഗം വിളിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ നിലപാട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അൻവർ സാധാരണക്കാരുടെ നേതാവാണ് എന്നത് നിഷേധിക്കാൻ കഴിയില്ല. കുഞ്ഞാലിക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു സഖാവ് നിലമ്പൂരിൽ നിന്നുണ്ടാകുന്നു എന്ന രീതിയിലാണ് നിലമ്പൂരിലെ പല ലോക്കൽ സെക്രട്ടറിമാരും ഈ വിവാദം തുടങ്ങിയപ്പോഴും അതിനു മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാനും താൻ വിശ്വാസമർപ്പിച്ച പാർട്ടി തനിക്ക് തന്ന വാക്കുകൾ പാലിക്കുന്നില്ല എന്നും തന്റെ ഈ പാർട്ടി എന്തിനുണ്ടാക്കി ആ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ പറയണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാണാനാണ് അൻവർ ഇന്ന് ശ്രമിക്കുക. മാത്രമല്ല, പുതിയ പാർട്ടി ഉണ്ടാക്കണമോ അതല്ല സ്വതന്ത്രനായിട്ട് ഈ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ, പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ എന്നതുപോലെ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ഞാൻ ഒറ്റക്ക് നിന്ന് പോരാടണമോ എന്ന് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് തീരുമാനിക്കാനുള്ള ഒരു നിലപാടാണ് ഇന്ന് അൻവർ എടുക്കാൻ പോകുന്നത്. ആർക്കും കീഴടങ്ങാതെ ജനഹിതത്തിനനുസരിച്ച് മുന്നേറാനുള്ള തന്റെ ഇടം ഇന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഉറപ്പിക്കുക എന്നതാണ് അൻവർ ഇന്ന് പൊതുയോഗത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ റഹ്മത്തുള്ള, ഈ അൻവറിന് അനുകൂലിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അൻവറിന് ഉള്ള ജനസ്വാധീനം, ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അത് വലുതാണ്. അത് തർക്കമില്ലാത്ത കാര്യം കൂടിയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു പൊതുയോഗം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ, അത് കാണാൻ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇന്ന് രാവിലെ മുതൽ നിലമ്പൂരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. 10,000-ന് മുകളിൽ പേർ അൻവർ എന്ത് പറയുന്നു എന്ന് നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് പൊതുയോഗം നടക്കുന്ന സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലപ്പുറം മലപ്പുറം ജില്ലയിലെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അൻവറിനെ മാനസികമായി പിന്തുണക്കുന്നവർ കൂട്ടത്തോടെ എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്വതന്ത്ര ജനാധിപത്യ മതേതര വിശ്വാസികളും അൻവറിൽ നിന്ന് നേരിട്ട് കേൾക്കണമെന്ന രൂപത്തിൽ തന്നെ സംഘടിതമായ അൻവറിന്റെ പൊതുയോഗത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ എന്നാണ് ലഭിക്കുന്ന സൂചന. പല സ്ഥലത്തു നിന്നും വാഹനങ്ങളിൽ തന്നെ ഇന്ന് ആളുകൾ അൻവർ പറയുന്നത് കേൾക്കാൻ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനൊരു ഏകോപനമൊക്കെ വേണ്ടി ആ ഏകോപനമൊക്കെ നടക്കുന്നുണ്ടോ? ഏകോപനം നടക്കുന്നുണ്ട്. അൻവറിന്റെ ജനകീയ പിന്തുണയുള്ള സ്വതന്ത്രമായ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എന്നോ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ആ നിലയിൽ അൻവറിന് ജനകീയ പിന്തുണ എന്ന ശീർഷകത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് പറയാതെ വയ്യ. ശരി ശ്രീ റഹ്മത്തുള്ള, നന്ദി പ്രതികരിച്ചതിന്.